الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا وحبيبنا وشفيعنا محمد صلى الله عليه وعلى آله وأصحابه وأتباعه وبارك وسلم تسليما كثيرا أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم خذ من أموالهم صدقة تطهرهم وتزكيهم صدق الله العلي العظيم وصدق وبلغ رسوله النبي الكريم وعلى آله وأصحابه وأتباعه وبارك وسلم تسليما كثيرا أما بعد അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മയെല്ലാം സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹുവിൻ്റെ വിശുദ്ധമായ ഭവനത്തിൽ വളരെ മഹത്വമായ ഇബാദത്തായ നോമ്പോടുകൂടി ഇഅ്തികാഫിൻ്റെ നിയ്യത്തിലിരിക്കുന്ന നാം ഓരോരുത്തരെയും അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിലും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. നാം നിർവഹിക്കുന്ന മുഴുവൻ ഇബാദത്തുകളെയും അമലുകളെയും അല്ലാഹു തആല ഉയർന്ന മൂല്യത്തോടുകൂടി സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ പാപങ്ങളെല്ലാം അല്ലാഹു തആല പരിപൂർണമായി മാപ്പാക്കി തരുമാറാകട്ടെ. 2 ആഴ്ചകൾക്ക് മുമ്പ് നമ്മൾ ജുമാഅയ്ക്ക് സകാത്തിനെ കുറിച്ചാണ് വിശദീകരിച്ചത്. അതിൻ്റെ ഫളായിലുകളേക്കാൾ കൂടുതൽ അതുമായി ബന്ധപ്പെട്ട മസ്അലകളാണ് നാം ആ ജുമാഅയ്ക്ക് ചർച്ച ചെയ്തത്. ഒരു മുസ്ലിമായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് ഫർള് ഐനായ, അതായത് ഒരു വ്യക്തിക്ക് നിർബന്ധമായ ഇബാദത്തുകൾ അറിഞ്ഞിരിക്കൽ നിർബന്ധമാണ്. ഉദാഹരണം നമസ്കാരം. ആ നമസ്കാരത്തെക്കുറിച്ച് അവൻ അറിഞ്ഞിരിക്കൽ നിർബന്ധമാണ്. അത് പ്രായപൂർത്തിയാകുന്നതിന് മുമ്പ് തന്നെ പഠിപ്പിക്കൽ മാതാപിതാക്കളുടെ ഉത്തരവാദിത്തമാണ്. നോമ്പ്, ഇതുപോലെ ഓരോ ഇബാദത്തുകളും ഒരു മനുഷ്യന് വ്യക്തിഗത നിർബന്ധമായ ഫർള് ഐനായ അമലുകൾ ആ മനുഷ്യൻ അറിഞ്ഞിരിക്കൽ നിർബന്ധമാണ്. രണ്ടാമത് വേറൊരു വിഷയം, ഒരു മനുഷ്യനുമായി ബന്ധപ്പെട്ട മുആമലാത്തുകൾ, ഇടപാടുകൾ, അവനുമായി ബന്ധപ്പെട്ട മുആശറാത്തുകൾ, ബന്ധങ്ങൾ, ഇത് ഓരോ മനുഷ്യനുമായി ബന്ധപ്പെട്ട മേഖലകളിലെ അറിവ് അവൻ അറിഞ്ഞിരിക്കൽ നിർബന്ധമാണ്. ഒരു അരിക്കച്ചവടക്കാരനാണ് എങ്കിൽ അരിക്കച്ചവടക്കാരനുമായി ബന്ധപ്പെട്ട വിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ അധ്യാപനങ്ങൾ അറിഞ്ഞിരിക്കൽ നിർബന്ധമാണ്, ഫർള് ഐനാണ്. ഇസ്ലാമികമായ ഈ വിഷയത്തിലുള്ള നിലപാടുകൾ നമ്മളുമായി ബന്ധപ്പെട്ട മേഖലകളുമായി ബന്ധപ്പെട്ട് നമ്മൾ അറിഞ്ഞിരിക്കൽ അനിവാര്യമാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് സകാത്തുമായി ബന്ധപ്പെട്ട്. സകാത്ത് കൊടുക്കാറുള്ള നമ്മളിൽപ്പെട്ട പല ആൾക്കാർ തന്നെയും വർഷങ്ങളായിട്ട് 10-20 വർഷമായിട്ട് കൃത്യമായിട്ട് സകാത്ത് കൊടുക്കുന്ന, സകാത്തിന്റെ വിഷയത്തിൽ സൂക്ഷ്മത കാണിക്കുന്ന പല സഹോദരങ്ങൾക്ക് പോലും അതുമായി ബന്ധപ്പെട്ട വിശാലമായ അറിവില്ല എന്നതാണ് യാഥാർത്ഥ്യം. നമ്മളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ചോദിക്കുന്നതിൽ ഒരു മടിയും കാണിക്കാൻ പാടില്ല. അറിയാവുന്നതാണെങ്കിൽ പറയും, അറിയാത്തതാണെങ്കിൽ പഠിച്ചിട്ട് പറയും. നമ്മളുമായി ബന്ധപ്പെട്ട വിശ്വാസമുള്ളവർക്ക് തീർച്ചയായിട്ടും ചോദിക്കണം. അതിനകത്ത് ഒരു മടിയും വേണ്ട. ആ ചോദിക്കൽ ഇബാദത്താണ്, ആ കേൾക്കൽ ഇബാദത്താണ്, ആ പറയൽ ഇബാദത്താണ്. എത്രത്തോളം എന്ന് വെച്ചാൽ നമ്മൾ പലപ്പോഴും നമസ്കരിക്കുന്ന നമസ്കാരങ്ങളെക്കാളും അല്ലാഹു പ്രതിഫലം നൽകും ഇതുപോലെയുള്ള പഠിക്കലുകൾക്കും പഠിപ്പിക്കലുകൾക്കും. ദീനിന്റെ നിലനിൽപ്പ് തന്നെ അടിസ്ഥാനപരമായ പഠനത്തിലാണ്. ആ പഠനത്തിന്റെ അഭാവമാണ് ഇസ്ലാമിൽ ഒരുപാട് ആവശ്യമില്ലാത്തത് കടന്നുകൂടിയത്. ചുരുക്കി പറയാൻ പ്രിയപ്പെട്ടവരെ, സകാത്തുമായി ബന്ധപ്പെട്ട് ഈ അടുത്ത സമയത്ത് കേട്ട വലിയൊരു ഫിത്ന, അതിന്റെ മറുപടിയും കൂടി പറഞ്ഞിട്ട് ഇൻഷാ അല്ലാഹ് വിഷയത്തിലേക്ക് കടക്കാം. കറൻസിയിൽ സക്കാത്ത് വേണ്ട എന്ന് ചില ആൾക്കാർ വാദിക്കുകയാണ്.
എന്നിട്ട് അവർ അടിസ്ഥാനമായി തെളിവ് പറയുന്നത് അള്ളാഹുവിന്റെ റസൂല് സക്കാത്ത് അല്ലെങ്കിൽ ഖുർആൻ സക്കാത്ത് പറഞ്ഞത് സമ്പത്ത് കൊണ്ട് ഉദ്ദേശിച്ചത് സ്വർണവും വെള്ളിയുമാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, എന്ത് അബദ്ധജടിലമായ വാദമാണ്. പക്ഷെ നമുക്ക് സങ്കടം, ഇത് കേൾക്കുന്ന സാധുക്കളായ പല ആൾക്കാരും അതുമായി ബന്ധപ്പെടും. നിങ്ങളുടെ കയ്യിൽ ഇസ്ലാം പറഞ്ഞ കുറെ 8 കൂട്ടം കാര്യങ്ങളുണ്ട്. സ്വർണമുണ്ടോ, അതിന് നിങ്ങൾ സക്കാത്ത് കൊടുക്കണം. വെള്ളി ഇരിപ്പമുണ്ടോ, അതിന് നിങ്ങൾ സക്കാത്ത് കൊടുക്കണം. ആടുമാടുകൾ, ഒട്ടകങ്ങൾ, ധാന്യങ്ങൾ, ഈത്തപ്പഴം, മുന്തിരി, അതുപോലെ ധാന്യങ്ങളുമായി ഇതൊക്കെ ഉണ്ടെങ്കിൽ അതിന് അളവ് പറഞ്ഞിട്ടുണ്ട്. ആ അളവനുസരിച്ച് സക്കാത്ത് കൊടുക്കണം. ഇവിടെയൊന്നും പൈസയെ കുറിച്ച് പറയാം. അതായത് പൈസ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ സമ്പത്ത് എന്ന് പറയുമ്പോൾ പലപ്പോഴും ഇതിലേക്ക് കടക്കും. ഇന്ന് നമ്മൾ ക്രിയവിക്രിയ നടത്തുന്ന നമ്മളുടെ കയ്യിലിരിക്കുന്ന കറൻസി, നോട്ടുകൾ, പേപ്പർ തുട്ടുകൾ, അത് ഒരാളുടെ കയ്യിലിരിക്കുകയാണ്, അതിന് സക്കാത്ത് കൊടുക്കണ്ട എന്ന് ബാലിശമായ വാദം ഉന്നയിക്കുകയും നല്ലൊരു വിഭാഗം ആൾക്കാർ അതിന്റെ കൂട്ടത്തിലുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. പ്രിയപ്പെട്ടവരെ, എൻ്റെ കയ്യിൽ ഒരു 50,000 രൂപ ഉണ്ട് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം 50,000 രൂപയ്ക്ക് തത്തുല്യമായ സ്വർണമോ വെള്ളിയോ ഉണ്ട് എന്നാണ്. ഈ അടുത്ത കാലഘട്ടം വരെ നാണയങ്ങൾ അല്ലെങ്കിൽ ദിനാറുകളും ദിർഹമുകളും ഉപയോഗിച്ചുകൊണ്ടിരുന്ന അറേബ്യൻ നാടുകളിൽ പോലും അത് മാറി. പണ്ടത്തെ കാലത്തിലൊക്കെ ഇന്ന് തന്നെ ജീവിച്ചിരിക്കുന്ന പഴയ ആൾക്കാർ ഏകദേശം ഒരു 100, 130 വർഷത്തിൽ 150 വർഷങ്ങൾക്ക് മുമ്പ് അവരും അവരുടെ കയ്യിൽ ചെറിയ കിഴികൾ ഉണ്ടായിരുന്നു. ആ കിഴികളിൽ അവരും ഇതുപോലെ വെള്ളിത്തുട്ടുകളും സ്വർണ്ണത്തുട്ടുകളും കൊണ്ടു നടന്ന കാലഘട്ടം ഉണ്ടായിരുന്നു. പുരോഗമനത്തിലേക്ക് കാലങ്ങൾ കടന്നതനുസരിച്ച് ഈ കൊണ്ടു നടക്കൽ ബുദ്ധിമുട്ടാണ് എന്ന് മനസ്സിലായപ്പോൾ ഈ നമ്മളുടെ കറൻസിയിലേക്ക് വരുന്ന ആദ്യ കാലഘട്ടം, അതിന്റെ തുടക്കം നമുക്ക് സ്കൂളുകളിലൊക്കെ പഠിക്കാൻ കഴിയുന്നതാ. ഇതും ചുമന്നുകൊണ്ട് പോകേണ്ട ഒരു ഭാരിച്ച തുകയും കൊണ്ട് ഒരിടത്തേക്ക് പോകണം. അപ്പോൾ ഒരു പേപ്പറിനകത്ത് എഴുതി കൊടുത്ത് വിടുമായിരുന്നു, 1 ലക്ഷം രൂപയ്ക്ക് തുല്യമായത് എന്റെ കയ്യിലുണ്ട്, അത് നിങ്ങൾ ആവശ്യപ്പെട്ടു കഴിഞ്ഞാൽ കൊടുക്കാം. ഒരു പേപ്പർ അതിന് സാക്ഷ്യമായിട്ട് കൊടുത്തു വിടുമായിരുന്നു. ആദ്യ കാലഘട്ടത്തിൽ കറൻസിയുടെ തുടക്കം. അപ്പൊ ഈ പേപ്പർ അത് അംഗീകരിക്കപ്പെട്ടതായ സീലോട് കൂടിയുള്ളത്, ഇത് വേറെ എവിടെയെങ്കിലും കൊടുത്താൽ അതിന് പകരമായിട്ട് 1 ലക്ഷം എവിടെയും സ്വർണമോ വെള്ളിയോ കിട്ടുമെന്ന് അറിയാമായിരുന്നു. അത് ലോപിച്ച് പുരോഗമിച്ച് ഇന്ന് നമ്മൾ കാണുന്നതായ റിസർവ് ബാങ്കുകളിൽ അടിച്ചെടുക്കുന്നതായ നോട്ടുകൾ, അത് ഓരോ രാജ്യങ്ങൾക്കുമുണ്ട്. അത് ഏതാ 5ാം ക്ലാസ്സിലും 6ാം ക്ലാസ്സിലോ 8ാം ക്ലാസ്സിലോ അല്ലെങ്കിൽ SSLCക്ക് പഠിക്കുന്ന കുട്ടികൾക്ക് പോലും അറിയാവുന്ന സാമാന്യമായ അറിവാണ്. 10,000 രൂപ എന്റെ കയ്യിലുണ്ട് എങ്കിൽ അതിന്റെ അർത്ഥം 10,000 രൂപയുടെ തത്തുല്യമായ സ്വർണമോ വെള്ളിയോ ഉണ്ട് എന്നാണ്. ഇനി അതിന്റെ വില കൂടുകയും കുറയുകയും ചെയ്യാം, അതിനനുസരിച്ച് മാറ്റമുണ്ടാകാം. അത് ആ രാജ്യവുമായി ബന്ധപ്പെട്ടതാണ്. എന്താണെങ്കിലും പ്രിയപ്പെട്ടവരെ, സക്കാത്ത് വിലമതിക്കുന്ന അല്ലെങ്കിൽ സക്കാത്ത് സ്വർണവും വെള്ളിയുമാണ് അതിന്റെ മാനദണ്ഡമായിട്ട് നബിതങ്ങൾ വെച്ചത്. അതിന് തുല്യമായിട്ടാണ് നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്നതായ സമ്പത്ത്. അള്ളാഹു വിശുദ്ധമായ ഖുർആനിൽ സക്കാത്തുമായി ബന്ധപ്പെട്ട് പറഞ്ഞ വിഷയങ്ങൾ മാത്രം പഠിച്ചാൽ മതി. രക്ഷപ്പെടാനുള്ള പഴുതുകൾ മനുഷ്യൻ നോക്കൂല. 82 സ്ഥലങ്ങളിൽ നമസ്കാരവുമായി ചേർത്ത് സക്കാത്തിന് അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. 82 സ്ഥലങ്ങളിൽ. ഇന്ന് നമ്മുടെ നാടുകളിൽ ഏകദേശം 20% ആൾക്കാർ പോലും സക്കാത്ത് കൊടുക്കുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട യാഥാർത്ഥ്യം. 20% പോലും സക്കാത്ത് കൃത്യമായി കൊടുക്കുന്നില്ല. 80%-ലധികം ആൾക്കാർ നമ്മുടെ നാടുകളിൽ സക്കാത്തുമായി ബന്ധപ്പെടാത്തവരാ. എന്നാൽ ഇതിൽ നല്ലൊരു ശതമാനം ആൾക്കാരും നമസ്കാരം കൃത്യമല്ല എങ്കിലും നമസ്കരിക്കുന്നവരാണ്. ജുമാ കൃത്യമായിട്ട് നമസ്കരിക്കുന്നവർ ഏകദേശം 60%-ഓളം നമ്മുടെ നാടുകളിലുണ്ട്. ബാക്കിയുള്ള നമസ്കാരങ്ങൾ മഗ്‌രിബും ഇശായോ അല്ലെങ്കിൽ മഗ്‌രിബും സുബഹിയൊക്കെ നമസ്കരിക്കുന്നവരുണ്ട്. കൃത്യമായി നമസ്കരിക്കുന്നില്ലെങ്കിൽ നമസ്കാരക്കാരാണ്. അള്ളാഹു വിശുദ്ധമായ ഖുർആനിൽ ഏകദേശം 82 സ്ഥലങ്ങളിൽ സക്കാത്തിനെ നമസ്കാരവുമായി ചേർത്തു പറഞ്ഞതിന്റെ ഉദ്ദേശം തന്നെ അർത്ഥത്തിലേക്കോ വ്യാകരണത്തിലേക്കോ വിശദീകരണത്തിലേക്കോ ഹദീസിലേക്കോ ഒന്നും കയറാതെ ഈ നമ്പർ മാത്രം ചേർത്ത് വെച്ചേക്കുന്നതിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത്, നിങ്ങൾ സക്കാത്ത് കൊടുക്കാതെ സക്കാത്തുമായി ബന്ധപ്പെടാതെ നമസ്കാരം എത്ര കൃത്യമാക്കിയാലും ഒരു ഗുണവുമില്ല എന്നല്ല പറയുന്നത്. എന്താണെങ്കിലും പ്രിയപ്പെട്ടവരെ, നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞതിന്റെ ബാക്കി, സക്കാത്തുമായി ബന്ധപ്പെട്ട് ഒരു മനുഷ്യന്റെ മിൽക്കിയത്തിൽ, ഉടമസ്ഥാവകാശത്തിൽ, ഉടമസ്ഥതയിലുള്ള സമ്പത്തിന് സക്കാത്ത് കൊടുക്കണം. ആ ഉടമസ്ഥ അവകാശം എന്ന് പറയുമ്പോൾ പലപ്പോഴും കയ്യിൽ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ഉദാഹരണമായി പറഞ്ഞാൽ, ഒരു മനുഷ്യൻ ഒരാൾക്ക് കടം കൊടുത്തു, 1 ലക്ഷം രൂപ കടം കൊടുത്തു. അത് പറയുന്നതിന് മുമ്പ് വേറൊരു കാര്യം കൂടി കഴിഞ്ഞ ആഴ്ച പറഞ്ഞു നിർത്തിയത്, നമ്മൾ പലപ്പോഴും നിസാബ് നോക്കാറുള്ളത് സ്വർണത്തിന്റെ അളവുമായിട്ടാണ് തുലനം ചെയ്യാറുള്ളത്. സ്വർണം വരുമ്പോഴേക്കും ഇപ്പോഴത്തെ വില അനുസരിച്ച് ഏകദേശം 5 ലക്ഷത്തി, നമ്മൾ കഴിഞ്ഞതിന്റെ മുമ്പിലത്തെ ആഴ്ച പറഞ്ഞതിനേക്കാളും ഏകദേശം 600-700 രൂപ ഒരു പവന് കൂടി. ഏകദേശം 9-10 ദിവസമായപ്പോഴേക്കും ഒരു പവന് 700 രൂപയോളം കൂടി നിൽക്കുക. ഇപ്പം 1 ഗ്രാമിന് 6,600 രൂപയോളം, 6,400 ചില്ലാനം രൂപയോളം ഇപ്പൊ വിലയായി നിൽക്കുകയാണ്. 2 ദിവസത്തിനു മുമ്പ് കണ്ടതാ, കൃത്യമായിട്ട് ഓർക്കുന്നില്ല.
എന്താണെങ്കിലും അപ്പൊ സ്വർണത്തിന്റെ നിസാബാണ് നമ്മൾ നോക്കുന്നത് എങ്കിൽ ആ സ്വർണത്തിന്റെ അളവ് വെച്ച് നോക്കുമ്പോൾ 10.5 പവൻ എന്ന് പറയുമ്പോൾ ഏകദേശം 5,40,000 രൂപയ്ക്കടുത്ത്, അല്ലെങ്കിൽ 5,36,000 35,000 രൂപയോളം ഒരാളുടെ കയ്യിൽ ഒരു വർഷം ഉടമസ്ഥാവകാശത്തിൽ ഉണ്ടെങ്കിൽ സക്കാത്ത് കൊടുത്താൽ മതി എന്ന് വരും. അത് ശുദ്ധ തെറ്റാണ്. അതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ സക്കാത്തിൽ നിന്നും മാറി നിൽക്കുന്ന ഹറാമായ പ്രവൃത്തിയിലേക്ക് പോകും. ഇവിടെ നമ്മൾ നോക്കേണ്ടത്, നമ്മുടെ കറൻസിയുമായിട്ട് നമ്മൾ തുലനം ചെയ്യേണ്ടത് വെള്ളിയുടെ നിസാമാണ്. 490 എന്നും 495 എന്നും കണക്കുമായി ബന്ധപ്പെട്ട് ചെറിയ അഭിപ്രായ വ്യത്യാസം ഉലമാക്കളുടെ ഇടയിലുണ്ട്. സക്കാത്തുമായി ബന്ധപ്പെട്ട് നബിയുടെ കുറെ ഹദീസുകളുണ്ട്. നിങ്ങൾ കണക്ക് കൂട്ടുമ്പോൾ നിങ്ങൾ അതിൽ ഔദാര്യം കാണിക്കും എന്ന് പറഞ്ഞാൽ, കണക്കെടുത്ത് നോക്കിയപ്പോഴേക്കും ഏകദേശം ഒരു 5,85,000 രൂപയേ ഉള്ളൂ. അപ്പൊ നിങ്ങൾ അതിനെ റൗണ്ട് ചെയ്തിട്ട് 6 ലക്ഷത്തിന്റെ സക്കാത്ത് കൊടുക്കാൻ നിങ്ങൾ നോക്കിൻ. നിങ്ങൾ കണക്ക് കൂട്ടുമ്പോൾ അങ്ങേയറ്റം വെക്കിൻ, നിങ്ങൾ കൊടുക്കുമ്പോഴും അങ്ങേയറ്റം വെക്കിൻ. ഇനി നിങ്ങൾ സക്കാത്തിന്റെ തുക നോക്കിയപ്പോഴേക്കും 9,500 രൂപയാ. നബി തങ്ങൾ പറയാ 500 ചില്ലറയാക്കാൻ നിങ്ങളങ്ങ് 10,000 ആക്കിൻ. വിട്ടുവീഴ്ച, അള്ളാഹു നമുക്ക് വിട്ടുവീഴ്ച നൽകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് നമ്മൾ കുറഞ്ഞ അളവ് പിടിക്കും. 490. ഇന്ന് ഏറ്റവും നല്ല വെള്ളിയുടെ വില 90 രൂപയാണ്, അല്ലെങ്കിൽ 95 രൂപയാണ്. ഏകദേശം 47,000 രൂപയ്ക്ക് അകത്തായിരിക്കും ഈ 495 അല്ലെങ്കിൽ 490 ഗ്രാം വെള്ളിയുടെ വില വരുന്നത്. അപ്പൊ ഏകദേശം 47,000 രൂപ അല്ലെങ്കിൽ 46,000 രൂപ ഒരു മനുഷ്യന്റെ കയ്യിൽ ഒരു വർഷം ഉടമസ്ഥാവകാശത്തിലുണ്ട് എങ്കിൽ ആ മനുഷ്യൻ ആ സമ്പത്തിന്റെ 2.5% എന്ന് പറഞ്ഞാൽ മൊത്തം തുകയുടെ 40% സക്കാത്ത് കൊടുക്കണം. ഈ മൊത്തം തുകയുടെ 40% അവന്റേതല്ല, ഇതിന്റെ അർഹതപ്പെട്ടവരുടെ ഉടമസ്ഥാവകാശത്തിലായി കഴിഞ്ഞു ഈ ഒരു വർഷമായപ്പോഴേക്കും. ഇനി രണ്ടാമത് മനസ്സിലാക്കേണ്ടത്, പല ആൾക്കാരുടെയും ഒരു സംശയമാണ്, എന്റെ ഉടമസ്ഥാവകാശത്തിലുണ്ട് പക്ഷെ എന്റെ കയ്യിലില്ല, അതിനും സക്കാത്ത് കൊടുക്കണം. അതിന്റെ ഉദാഹരണം, ഒരാൾ 1 ലക്ഷം രൂപ ഒരാൾക്ക് കടം കൊടുത്തു. അത് കിട്ടുമെന്ന് ഉറപ്പുള്ളതാണ്. ചിലപ്പോൾ സമയം നീണ്ടുപോയേക്കാം. 6 മാസത്തെ അവധിക്കാണ് വാങ്ങിയത്. 6 മാസം ആകാറായപ്പോഴേക്കും വീണ്ടും അവധി കുറച്ചുകൂടി കൂട്ടി ചോദിച്ചു. ഒരു കുഴപ്പവുമില്ല. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിശാലതയെക്കുറിച്ച് വിശദീകരിക്കുന്നു. എന്തുമാണെങ്കിലും നിന്റെ ഉടമസ്ഥാവകാശത്തിൽ ഉള്ളതാണോ, നിങ്ങൾ തമ്മിലുള്ള ബന്ധവുമായി ബന്ധപ്പെട്ടതാണത്, നിങ്ങൾ തമ്മിലുള്ളതായ ആ ബന്ധത്തിന്റെ സുതാര്യതയുമായി ബന്ധപ്പെട്ടത്, അതെന്തുമായി കൊള്ളട്ടെ, നിന്റെ ഉടമസ്ഥാവകാശത്തിലുള്ള പൈസ ഒരാൾക്ക് കടം കൊടുത്തു, എനിക്കതിപ്പോ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ കയ്യിലില്ല, പക്ഷെ ഉടമസ്ഥാവകാശത്തിലുണ്ട്, അത് തിരിച്ചു കിട്ടുന്ന പൈസയുമാണ്. അങ്ങനെയാണെങ്കിൽ അതും ഈ സക്കാത്തിന്റെ പൈസയിൽ പരിഗണിക്കേണ്ടതാണ്. രണ്ടാമതൊരു ഗൗരവമുള്ള വിഷയമുണ്ട്. ചില ആൾക്കാരൊക്കെ ബിൽഡിങ്ങുകൾ വാടകയ്ക്ക് എടുക്കാറുണ്ട്. കെട്ടിടങ്ങൾ, അത് കടയാകാം, സ്ഥാപനമാകാം, വീടാകാം. അതിന് ഡിപ്പോസിറ്റ് ഈട് വെക്കാറുണ്ട്. 3 ലക്ഷം വെക്കാറുണ്ട്, 5 ലക്ഷം വെക്കാറുണ്ട്. ഇത് നമ്മളുടെ സ്വത്താണ്, നമ്മളുടെ മിൽക്കിയത്തിലുള്ളതാണ്. ഇത് അവർക്കൊരു പണയമായി നൽകുന്നതാണ്. അവർ ഉപയോഗിക്കുകയും എന്തുമായി കൊള്ളട്ടെ, ഇതൊരു പണയമായി നൽകുന്ന ഈട് സ്വത്താണ്. ഇതിന്റെ ഉടമസ്ഥാവകാശം യഥാർത്ഥത്തിൽ അത് കൊടുത്ത വ്യക്തിക്ക് തന്നെയാണ്. എപ്പോഴാണ് ഒഴിയുന്നത് അപ്പോൾ ആ സമ്പത്ത് തിരിച്ചു തരും. അതിന്റെയും സക്കാത്ത് കൊടുക്കേണ്ടതാണ്. പല ആൾക്കാരും ഇതൊന്നും ശ്രദ്ധിക്കാറില്ല. അതിനേക്കാളും ഗൗരവമുള്ള ഒരു വിഷയം, പല ആൾക്കാരും ചിട്ടിക്ക് ചേരാറുണ്ട്. കുറിച്ചിട്ടി, അല്ലാത്ത ചിട്ടി. അതൊരു വലിയ വിഷയമാണ്, പലിശയുമായി ബന്ധപ്പെട്ട വിശാലമായ വിഷയമാണ്. ഇന്ന് നമ്മളെ ഇടയിൽ KFSFE ഒക്കെ പോലെയുള്ള നടത്തുന്ന ചിട്ടിയുമായി ബന്ധപ്പെടാൻ ഒരു തരത്തിലും പറ്റൂല. അത് കടുത്ത ഹറാമാണ്, പലിശ തന്നെയാണ്. അതിനകത്തൊരു ചർച്ചയുടെ ആവശ്യമില്ല. രണ്ടാമത് വ്യക്തികൾ നടത്താറുണ്ട്, കൂട്ടുകാരുടെ ഇടയിൽ നടത്താറുണ്ട്. അല്ലെങ്കിൽ ചില നാടുകളിൽ ചില അറിയപ്പെട്ട, പണ്ട് മുതലേ അറിയപ്പെടുന്ന ചില ആൾക്കാർ കൃത്യമാണ്, അവർ സസൂക്ഷ്മമാണ്, അടിച്ചാൽ അപ്പം തന്നെ പൈസ തരും. പല ആൾക്കാരെ കുറിച്ച് പലരും പറയാറുണ്ട്, പലരും മസാല ചോദിക്കാറുമുണ്ട്. അവിടെയൊക്കെ ആൾക്കാർ ചേരാറുണ്ട്. ഇങ്ങനെ അതിന്റെ വെപ്പ് കൂലി അല്ലെങ്കിൽ ഇതിന്റെ നടത്തിപ്പിന്റെ കൂലി ഫിക്സ് ചെയ്യാറുണ്ട്. അതുമായി ബന്ധപ്പെട്ട ഉലമാക്കളുടെ അഭിപ്രായം, ഈ നടത്തിപ്പിന്റെ കൂലി അത് ക്ലിപ്തമാക്കിയാൽ, ഫിക്സ് ചെയ്താൽ അത് ഹറാമാണ്, പറ്റൂല. ഉദാഹരണം, 10 മാസത്തെ കുറിക്ക് ഒരാൾ ചേർന്നു. 10 ലക്ഷം രൂപ, അല്ല 1 ലക്ഷം രൂപയാണ്, 10,000 രൂപ മാസം നൽകും. ആ 10,000 രൂപ നൽകുന്നത് 11 മാസം കുറി അടയ്ക്കണം. 10 മാസത്തെ പൈസ തിരിച്ചു തരും. 1 മാസത്തെ പൈസ ഇത് വെക്കുന്നവരുടെ വെപ്പ് കൂലിയായിട്ട് എടുക്കും. അത് ആദ്യമേ പറയും, 10,000 രൂപ ഞങ്ങൾ എടുക്കും, പറ്റൂല, ഹറാമാ. ക്ലിപ്തമാക്കൽ ഹറാമാകും, പലിശയുമായി ബന്ധപ്പെടും. ഇനി ക്ലിപ്തമൊന്നും ആക്കുന്നില്ല, കൂട്ടുകാരുടെ ഇടയിൽ നടക്കുകയാണ്, കൊടുത്താലും കുഴപ്പമില്ല, കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. ഈ കൊടുക്കുന്നത് ഈ 10,000-ത്തെക്കാളും കൂടിയാലും കുഴപ്പമില്ല. ക്ലിപ്തമാക്കി കഴിഞ്ഞാൽ അത്രയും കൊടുക്കൽ ആ മനുഷ്യന് നിർബന്ധമാകും. ഇത് നീ ഇത്രയും മെനക്കെട്ടതല്ലേ, ബുദ്ധിമുട്ടിയല്ലേ, അതിന്റെ പേരിൽ അദ്ദേഹം കൊടുത്തു, 5,000 കൊടുത്തു, അല്ലെങ്കിൽ 10,000 കൊടുത്തു, അല്ലെങ്കിൽ 50,000 കൊടുത്താലും കുഴപ്പമില്ല. പക്ഷെ ഇവിടെ 10,000 അതിനേക്കാളും 5-1, അതിനേക്കാളും ഒരുപാട് കുറവാണ്. പക്ഷേ അത് ക്ലിപ്തപ്പെടുത്തി കഴിഞ്ഞാൽ, അത് നിബന്ധനയാക്കി കഴിഞ്ഞാൽ, ഷർത്ത് വെച്ച് കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെടാൻ പറ്റൂല. ഇനി അതുമല്ലാത്തതുകൊണ്ട് കൂട്ടുകാരുടെ നടക്കാറുണ്ട്, വെപ്പുകൂലി ഒന്നുമില്ല, ആദ്യത്തത് ഞാൻ എടുക്കും, എല്ലാവരും പറയും അശ്വിനി എടുത്തുകൊള്ളുക,
എനിക്കൊരു ആവശ്യമുള്ളതുകൊണ്ട് തുടങ്ങിയത് കൂട്ടുകാരെ എല്ലാവരെയും വിളിച്ചിട്ട്. അങ്ങനെ അനുവദനീയമായ ഇസ്ലാമികമായ ചിട്ടി ഒരുപാട് നടക്കാറുണ്ട്. അത് ഒരുപാട് ഉപയോഗപ്പെടാറുമുണ്ട് പലർക്കും. ചില്ലറയായിട്ട് കയ്യിലിരുന്ന് കഴിഞ്ഞാൽ പല ചെലവുകളായി പോകും. ഇതാകുമ്പോൾ ഒന്നിച്ചൊരു കാര്യത്തിന് കിട്ടുമല്ലോ. ചിലപ്പോൾ പറയും നാലാമത്തത് എനിക്ക് തരണേ, മൂന്നാമത്തത് എനിക്ക് തരണ, ഒരു അത്യാവശ്യമുണ്ട്. എല്ലാ കൂട്ടുകാരാണ്, അവന്റെ കാര്യം നടക്കട്ടെ, ഇവന്റെ കാര്യം നടക്കട്ടെ, ഒരു സഹായമാണ്, അതൊരു വലിയൊരു ഉപകാരമാണ്. അങ്ങനെ ഒരു മനുഷ്യൻ ചിട്ടിക്ക് ചേർന്നു. 20 മാസത്തെ ചിട്ടിയാണ് എന്ന് സങ്കല്പിക്കുക. 5000 രൂപ വെച്ചാണ് ആ മനുഷ്യന്റെ ചിട്ടി എന്ന് സങ്കല്പിക്കുക. ഏകദേശം 1 വർഷമായപ്പോഴേക്കും 50,000 രൂപ ഈ വ്യക്തി ചിട്ടിക്ക് അവിടെ അടച്ചു കഴിഞ്ഞു. അപ്പൊ 50,000 രൂപ ഈ മനുഷ്യന് 1 വർഷമായപ്പോഴേക്കും ഉടമസ്ഥാവകാശത്തിൽ വന്നു കഴിഞ്ഞു. അപ്പൊ 50,000 രൂപ സക്കാത്തിന്റെ അടവിലേക്ക് കയറി കഴിഞ്ഞു. ഇനി അടുത്ത വർഷം അവസാനമാണ് ചിട്ടി കിട്ടുന്നത്, 20ാമത്തെ മാസമാണ് ചിട്ടി കിട്ടുന്നത്. ആ അവസാനം വരെ ആയപ്പോഴേക്കും ഈ 50,000 രൂപ ഇവന്റെ മിൽക്കിയത്തിൽ വന്നതിന്റെ പേരിൽ അതിനെയും ചിട്ടിയുമായി സക്കാത്തുമായി ബന്ധപ്പെടുത്തേണ്ടതാണ്. ഇത് ഞാനൊരു ചെറിയ തുക ഉദാഹരണം പറഞ്ഞു എന്ന് മാത്രം. വലിയ ഭാരിച്ച തുകകളുമായി സക്കാത്ത് ചിട്ടിയുമായി ബന്ധപ്പെടുന്ന ആൾക്കാരുണ്ട്. എന്തുമാണെങ്കിലും ഉടമസ്ഥാവകാശത്തിൽ വന്ന തുക 1 വർഷം പൂർത്തിയായി കഴിഞ്ഞാൽ അത് സ്വന്തം കയ്യിൽ ഉണ്ടാകണമെന്നില്ല, അതിന് സക്കാത്ത് കൊടുക്കുക തന്നെ ചെയ്യണം. ഇതുപോലെ സൂക്ഷ്മത ഇത്രയും വലിയ ഗൗരവം എന്താ കാണിക്കുന്നതെന്ന് നമുക്ക് തോന്നിപ്പോകും. ഇത് വലിയ ഗൗരവമുള്ള വിഷയമാണ്. കാരണം മുഅ്മിനായ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, മുസ്ലിമായ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ആത്യന്തികമായ വിശ്വാസം എന്റെ സമ്പത്ത് എന്റെ റബ്ബ് നൽകുന്നതാണ്, എന്റെ സമ്പത്ത് വളർത്തുന്നതും എന്റെ റബ്ബാണ്. നബി തങ്ങളോട് വിശുദ്ധമായ ഖുർആനിൽ പറഞ്ഞതിന് ഖുദ് മിൻ അംവാലിഹിം, പിടിച്ചു മേടിക്കാനാണ് പറഞ്ഞത്. ഖുദ് മിൻ അംവാലിഹിം സദഖ. സദഖ കൊണ്ട് ഉദ്ദേശിക്കുന്നത് സക്കാത്താണ്. അവരുടെ സമ്പത്തിൽ നിന്നും സക്കാത്ത് വാങ്ങുക. വതുതഹിറുഹും, എന്തിനാ? അതുകൊണ്ട് താങ്കൾ അവരെ പരിശുദ്ധിപ്പെടുത്തുകയാണ്. അവരുടെ സമ്പത്തിനെയും പരിശുദ്ധിപ്പെടുത്തും, അവരുടെ ശരീരത്തെയും പരിശുദ്ധിപ്പെടുത്തും. തുതഹിറുഹും വതുസക്കീഹിം, അവരെ പരിശുദ്ധവാന്മാരുമാക്കും, അവരെ സംസ്കരിക്കുകയും ചെയ്യും. മാനസികമായ സംസ്കരണം ഉണ്ടാകും, ശാരീരികമായ സംസ്കരണം ഉണ്ടാകും, സാമ്പത്തികമായ സംസ്കരണം ഉണ്ടാകും. ഇതുമായി ബന്ധപ്പെട്ടിട്ട് കഴിഞ്ഞ ആഴ്ച നാം പറഞ്ഞു നിർത്തിയത്, ആർക്കെങ്കിലും സമ്പത്ത് അധികരിപ്പിക്കണമെന്ന് ആഗ്രഹമുണ്ട് എങ്കിൽ കൃത്യമായി നോക്കിയിട്ട് നിങ്ങൾ സക്കാത്തുമായി ബന്ധപ്പെട്ടുകൊള്ളിൻ. കൃത്യമായി നിങ്ങൾ സക്കാത്ത് കൊടുക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ ഉറപ്പാണ് അള്ളാഹു നിങ്ങളുടെ സമ്പത്തിനെ അധികരിപ്പിച്ചു തരും. ഈ പ്രാവശ്യം കൊടുത്തതായിരിക്കൂല അടുത്ത പ്രാവശ്യം കൊടുക്കുന്നത്, അള്ളാഹു അതിന്റെ ഇരട്ടിയാക്കി തരും. ഇനി വേറൊരു വിഷയം സാധാരണ ആൾക്കാർ ചോദിക്കാറുണ്ട്. പലപ്പോഴും പല ആൾക്കാരും വരുമ്പോൾ കൊടുക്കൽ നിർബന്ധിതമാകുന്ന ചില സാഹചര്യങ്ങൾ വരും. ആ സാഹചര്യങ്ങൾ വരുമ്പോൾ ഞങ്ങൾ കൊടുക്കാറുണ്ട്. ഏകദേശം കണക്കെടുത്ത് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ റമദാൻ മുതൽ ഈ റമദാൻ വരെ അങ്ങനെ കൊടുത്ത തുക നോക്കുകയാണ് എങ്കിൽ എത്രയാണോ ഞാൻ ഉദാഹരണം എന്റെ സക്കാത്തിന്റെ തുക ഒരു 50,000 രൂപയാണ്. ഞാൻ കഴിഞ്ഞ വർഷം മുതൽ ഈ വർഷം വരെ പല ആൾക്കാർക്കും കുടുംബത്തിലുള്ളവർ അല്ലാത്തവർ ചില സാഹചര്യം വന്നപ്പോൾ കൊടുത്തത് നോക്കുകയാണ് എങ്കിൽ ഈ 50,000-ത്തേക്കാളും മുകളിലാകും. അപ്പൊ ഞാൻ ഇനിയും സക്കാത്ത് കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? ഇവിടെ 2 വിഷയം നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഒന്ന്, സക്കാത്ത് എന്ന് പറഞ്ഞാൽ അത് സക്കാത്താണ്. ചില സാഹചര്യം ചില സന്ദർഭവുമുണ്ട്. അത് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറഞ്ഞാൽ, നമ്മളുടെ കയ്യിൽ കുറച്ച് പലിശയുടെ തുക നിർബന്ധിത സാഹചര്യത്തിൽ വന്നുപെട്ടു. ഇപ്പൊ KSEBയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് വലിയ സ്ഥാപനങ്ങൾ നടത്തുന്നവർ ആദ്യമേ കെട്ടിവെക്കണം, ബോണ്ട് കെട്ടിവെക്കണം. അതിന്റെ ഒരു ഇൻട്രസ്റ്റ് തിരിച്ചു കിട്ടും. ചിലപ്പോൾ അത് പിടിച്ചിട്ടായിരിക്കും ബാക്കി നമ്മൾ അടയ്ക്കേണ്ടത്. പക്ഷെ അതിന്റെ കണക്ക് കൃത്യമായിട്ട് കിട്ടും. പല ആൾക്കാരും ചോദിക്കാറുണ്ട്, ഇപ്പോൾ ഈ മാസം അല്ലെങ്കിൽ ഈ വർഷം എനിക്ക് കിട്ടിയത് ഒരു 20,000 രൂപ ഇൻട്രസ്റ്റ് ആണ്, ഞങ്ങൾ ആദ്യം അടച്ചതിന്റെ പലിശയാണ്. ഇത് വാങ്ങിയേ പറ്റത്തുള്ളൂ, നിർബന്ധമാണ്. പണ്ടത്തെ കാലഘട്ടത്തിലൊക്കെ ഉലമാക്കൾ പറയും പലിശയുടെ സമ്പത്താണ്, വാങ്ങണ്ട എന്ന് പറയും. ഇന്ന് അങ്ങനല്ല, വാങ്ങുക തന്നെ ചെയ്യണം. അല്ലെങ്കിൽ ഇതിന്റെ ഉപയോഗം പലപ്പോഴും നമുക്ക് തന്നെ എതിരായിട്ടായിരിക്കും. ഇത് ഇങ്ങനെ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട നിർബന്ധിത സാഹചര്യത്തിൽ വരും. ഇന്നത്തെ ഇടപാടുകളെല്ലാം 2 ലക്ഷത്തിനപ്പുറമാണ് എങ്കിൽ ബാങ്കുമായി ബന്ധപ്പെട്ടിട്ടാകും. പലപ്പോഴും അതുമായി ബന്ധപ്പെട്ട് നമുക്ക് പലിശകൾ വരും. അതിന്റെ കൃത്യമായ കണക്ക് നോക്കണം, അളവ് നോക്കണം, പലിശയുടെ തുക കൃത്യമായി മാറ്റണം. ഇത് ചെലവാക്കേണ്ടത് എവിടെയാണ്? ഇത് വാങ്ങണം. ഈ വാങ്ങിയിട്ട് ഇത് എന്ത് ചെയ്യണം? ഇതിന്റെ 1 രൂപ പോലും, 1 അംശം പോലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റൂല. നിഷിദ്ധമാണ്, പലിശയാണ്, കടുത്ത ഹറാമാണ്. 1 രൂപയെങ്കിലും പലിശയുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ ശരീരത്തിൽ അലിഞ്ഞു ചേർന്നിട്ടുണ്ട് എങ്കിൽ അഹഖു ബിന്നാർ, അത് നരകവുമായിട്ടാണ് ഏറ്റവും ചേർന്നിരിക്കുന്നത്. ആ വിഷയം നമ്മൾ ഇതുവരെ ചർച്ച ചെയ്തിട്ട് ഇൻഷാ അല്ലാഹ് തുടർച്ചയായി 3-4 ആഴ്ച ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. അള്ളാഹു നമ്മളെ പലിശയെ തൊട്ട് കാക്കുമാറാകട്ടെ. അള്ളാഹു പലിശയുടെ പുകയെ തൊട്ട് നമ്മളെ കാക്കുമാറാകട്ടെ. നബിതങ്ങൾ പറഞ്ഞു, അവസാന കാലഘട്ടമാകുമ്പോഴേക്കും പലിശയുടെ പുക പോലും അടിക്കാത്ത ഒരാളും ഇല്ലാതെ വരും. അങ്ങനെ ജനങ്ങളുടെ ഇടയിൽ പറയപ്പെടും, ഇന്ന സ്ഥലത്ത് ഒരാളുണ്ട്, ആ ആള് പലിശയുമായി ബന്ധപ്പെടാത്തതാണ് എന്ന് കേട്ട് കേൾവി വെച്ച് പറയപ്പെടുന്ന കാലം വരും. അത് ഖിയാമത്ത് നാൾ അടുക്കുന്ന കാലഘട്ടമാണ്. അത്ഭുതകരമായിട്ട് പറയും, പലിശയുമായി ബന്ധപ്പെടാത്ത ഒരാൾ അവിടെ ഉണ്ട്. ആ കാലം ഏകദേശമൊക്കെ എത്തിക്കഴിഞ്ഞു. അതുകൊണ്ട് നല്ലതുപോലെ സൂക്ഷിച്ചാലല്ലാതെ പലിശയൊന്നും മാറാൻ പറ്റൂല.
എന്താണെങ്കിലും അള്ളാഹു തആല നമ്മളെ പരിപൂർണമായും പലിശയിൽ നിന്നും മാറ്റി നിർത്തുമാറാകട്ടെ. ഇതുപോലത്തെ പൈസ കിട്ടിക്കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടത്? ഇതിന് ചെലവാക്കേണ്ട സ്ഥലം പറയുന്നത് പൊതുവായ സ്ഥലങ്ങളിൽ ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ, എല്ലാവരും ഇപ്പോൾ റോഡ്, ഒരു നാട്ടിലെ ഒരു ചെറിയ റോഡ് അവിടുത്തെ പഞ്ചായത്ത് മെമ്പറുമായി ബന്ധപ്പെട്ട് കുഴിഞ്ഞു കിടക്കുകയാ, ഒരു ലോഡ് മണ്ണടിക്കാൻ എല്ലാവർക്കും ഉപയോഗപ്പെടുന്നത്, മുസ്ലിമും നടക്കും അമുസ്ലിമും നടക്കും, എല്ലാവരും നടക്കും, എല്ലാവരുമായി ബന്ധപ്പെട്ടതായതുകൊണ്ട് അവിടെ ഉപയോഗിക്കാം. ഒരു സ്കൂളിന്റെ മതിൽ പൊളിഞ്ഞു കിടക്കുന്നു, എല്ലാവരും പഠിക്കുന്ന സ്കൂളാണ്, സ്കൂളിന്റെ മേൽക്കൂര ചോർന്ന്, അതുപോലെയുള്ള സ്ഥലങ്ങളിൽ ഉപയോഗിക്കണം. പക്ഷേ ആ ഉപയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഉലമാക്കൾ ഒരു വലിയ വിശദീകരണം നൽകുന്നുണ്ട്. ഇപ്പൊ എന്റെ നാട്ടിലെ ഒരു സ്കൂള്, ആ സ്കൂളിൽ ഒരു ആവശ്യമുണ്ട്. ആ ആവശ്യത്തെക്കുറിച്ച് പല ആൾക്കാരും പറയുകയാണ്, എന്റെ കയ്യിൽ ഒരു 2 ലക്ഷം രൂപ പലരുമായി ബന്ധപ്പെട്ട് പലിശയുടെ പൈസ ഇങ്ങനെ വന്നു നിൽക്കുകയാണ്. അപ്പൊ ഞാൻ സ്കൂളിലെ ഹെഡ് മാഷുമായിട്ട് സംസാരിച്ചു, മാനേജ്മെന്റുമായിട്ടൊക്കെ സംസാരിച്ചു, അത് ചെയ്തു തരാമെന്ന് പറഞ്ഞു. കൈയൊക്കെ കിട്ടി അവിടെ വന്നു നിന്ന് ആളെ കൊണ്ട് ചെയ്യിപ്പിക്കുകയാണ്. അപ്പൊ അവിടെ നിൽക്കുന്ന ആൾക്കാരൊക്കെ എന്താ ധരിക്കുന്നത്, ഞാനിത് ചെയ്യിപ്പിക്കുകയാണ്. എന്റെ നീയത്ത് എന്താ? അള്ളാഹു എന്റെ പരിശുദ്ധമായ പൈസ അല്ല, ഈ ഹറാമായ പൈസ നീ പറഞ്ഞ സ്ഥലത്ത് ചെലവാക്കുകയാണ്. പക്ഷെ ബാഹ്യമായി കണ്ടാൽ അവിടെ ഒരു പിക്ചർ വരുന്നത് എന്താ? ഞാൻ അത് നിർത്തി ചെയ്യിപ്പിക്കുന്നത് പോലെ. ഉലമാക്കൾ പറയുന്നു, ആ പലിശയുടെ പൈസ നീ ഉപയോഗിച്ചതുപോലെ. കാരണം അവിടെ ജനങ്ങളുടെ മുമ്പിൽ ധരിക്കപ്പെടുന്നത് എന്റെ കയ്യിലെ പൈസ കൊണ്ട് ഞാൻ ചെലവാക്കുകയാ. ആ ഒരു ധാരണ വരുന്ന സാധാരണഗതിയിൽ ഒരാളുടെ കയ്യിലിരിക്കുന്ന സമ്പത്ത് കൊണ്ടൊരു കാര്യം ചെയ്തു കൊടുത്താൽ എങ്ങനെയാണോ ആ മനുഷ്യൻ അവിടെ പ്രവർത്തിക്കുന്നത്, അതുപോലെ നിങ്ങൾ പ്രവർത്തിക്കാൻ പാടില്ല. അവരോട് പറയണം, ഇത് സക്കാത്തിന്റെ പൈസ അല്ല, സദക്കയുടെ പൈസ അല്ല, ഹദിയയുടെ പൈസ അല്ല, ഹിബത്തിന്റെ പൈസയുമല്ല, ഇത് പലിശയുടെ പൈസയാണ്, ഞങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റൂല, ഇതുപോലെ സ്ഥലത്തെ ഉപയോഗിക്കാൻ പറ്റുള്ളൂ, നിങ്ങൾ ചെയ്തുകൊള്ളൂ. അതിനകത്ത് വെട്ടിപ്പും തട്ടിപ്പും ഒന്നും കാണിക്കത്തില്ല എന്ന് ഉറപ്പുള്ളവരൊക്കെ കൊടുക്കുക. അതും നോക്കണം. പലിശയുടെ പൈസ നമ്മൾ ആരുടെങ്കിലും എടുത്ത് കൊടുക്കുക. ചില ആൾക്കാർ പറയാറുണ്ട്, രാഷ്ട്രീയക്കാർ വന്നു അവർക്ക് കൊടുത്തു, അവരതിന്റെ പകുതി എടുത്തു, അതും പറ്റൂല. 1 രൂപയാണ്, അത് പലിശയുടെ പൈസയാണ് എങ്കിൽ പിന്നെ കത്തിച്ചു കളഞ്ഞാൽ പോരെ. ആ പൈസയ്ക്കൊരു മൂല്യമുണ്ട്. ആ പൈസയ്ക്ക് ഇസ്ലാം ഒരു മൂല്യം നൽകിയിട്ടുണ്ട്. അത് ഉപയോഗിക്കേണ്ടത് ആരാണെന്ന് ഇസ്ലാം പറഞ്ഞിട്ടുണ്ട്. ആ മൂല്യമുള്ള പൈസയെ നമുക്ക് പറ്റൂല, അത് നിഷിദ്ധമാണ്. അത് അനുവദനീയമായ സ്ഥലത്ത് അത് അനുവദനീയമായിട്ട് വേണ്ട രീതിയിൽ തന്നെ പ്രായോഗികമാകുന്ന രീതിയിൽ ഉപയോഗിക്കാൻ വിശ്വസ്തരായ ആൾക്കാരെ ഏൽപ്പിക്കുകയും ചെയ്യിപ്പിക്കുകയും ചെയ്യണം. പക്ഷെ എന്റെ കയ്യിലെ പൈസ കൊണ്ട് ഞാൻ ചെയ്യുന്നത് പോലെ തോന്നിപ്പിക്കുന്ന ധാരണയും പ്രവർത്തനവും അഭിനയവും അവിടെ ഉണ്ടാകാൻ പാടില്ല. അങ്ങനെ വന്നാൽ ഞാൻ ആ പൈസ എടുത്തിട്ട് ഞാൻ ചെലവാക്കിയതുപോലെ ആകും. ഇതുപോലെ തന്നെയാണ് സക്കാത്തിന്റെ വിഷയവും. സക്കാത്താണ്. പല ആൾക്കാരും വന്നു, ചിലപ്പോൾ കുടുംബത്തിൽപ്പെട്ട ആൾക്കാർ വരും. ഈ പൈസയുമായി കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇസ്ലാമിൽ ഒരുപാട് വാക്കുകളുണ്ട്. 1 സക്കാത്ത് നിർബന്ധമായും കൊടുക്കേണ്ടത്, 2 സദഖ അർഹതപ്പെട്ട സാധുക്കളായ ആൾക്കാർക്ക് കൊടുക്കുന്നുണ്ട്, പിന്നൊന്നുണ്ട് ഹദിയ ഉണ്ട്, പിന്നൊന്നുണ്ട് ഹിബത്തുണ്ട്. ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ എന്റെ വാപ്പായെ സംബന്ധിച്ചിടത്തോളം പെരുന്നാളിന് ഇടാനുള്ള 4 അല്ലെങ്കിൽ 40 ജോഡി ആൾക്കാർക്കൊക്കെ വാങ്ങിക്കൊടുക്കുന്ന ആളാണ്. വാപ്പാടെ കയ്യിൽ പൈസയ്ക്ക് ഒരു കുറവില്ല, എന്നെക്കാളും പൈസ കൂടുതൽ വാപ്പാടെ കയ്യിലുണ്ട്. വാപ്പ പുതിയ ഉടുപ്പ് നേരത്തെ നോമ്പ് തുടങ്ങുന്നതിന് മുമ്പ് എനിക്കും വാങ്ങി വെച്ചിട്ടുണ്ട്, മക്കൾക്കും വാങ്ങി വെച്ചിട്ടുണ്ട്, വാപ്പായും വാങ്ങി വെച്ചിരിക്കുക. പക്ഷെ ഇസ്ലാമികമായ ഒരു ബന്ധമുണ്ട്, ഒരു കടമയുണ്ട്. ഒരു മകന്റെ ബാധ്യതയാണ് വാപ്പയ്ക്കും ഉമ്മയ്ക്കും ഒരു ഉടുപ്പ് വാങ്ങിക്കൊടുക്കൽ. 100 ജോഡി അവിടെ ഇരുന്ന് കൊള്ളട്ടെ, പക്ഷെ നിന്റെ കടമയാണ്, നിന്റെ ബാധ്യതയാണ്. കുടുംബത്തിൽപ്പെട്ട ഒരു വീട്ടിൽ പോയി ഒരു പ്രായമുള്ള ഒരാൾ, അവരെ കാണുമ്പോൾ അവരെ സന്തോഷിപ്പിക്കാൻ ഒരു അത്തർ വാങ്ങിക്കൊടുത്തു, അല്ലെങ്കിൽ ഒരു ഉടുപ്പ് വാങ്ങിക്കൊടുത്തു. അവരതിന് അർഹതപ്പെട്ടതാകുന്നത് അവരുടെ സാമ്പത്തിക കുറവ് കൊണ്ടല്ല, നീയുമായിട്ടുള്ള ബന്ധത്തിന്റെ പേരിലൊരു ബന്ധമുണ്ട്, ഒരു കടമയുണ്ട്. അള്ളാഹുവിന്റെ റസൂല് വാങ്ങുമായിരുന്നു ഹിബത്ത്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സഹാബത്ത് കൊണ്ടു കൊടുക്കും. സാധാരണ നബിതങ്ങളാണ് എല്ലാവർക്കും കൊടുക്കുന്നത്. നബിതങ്ങൾ തിരിച്ചും എന്തെങ്കിലും കൊടുക്കും. നബിതങ്ങൾ സക്കാത്ത് വാങ്ങൂല. അഹ്ലു ബൈത്തിന് സക്കാത്ത് നിഷിദ്ധമാണ്, ഹറാമാണ്. അപ്പൊ ഇതുപോലെ ഒരുപാട് തരത്തിലുള്ള ബന്ധങ്ങൾ നമ്മളുടെ ഇടയിലുണ്ട്. കുടുംബക്കാരിൽപ്പെട്ട ഒരാൾക്ക് ഒരു ആവശ്യം വന്നു, ആ ആവശ്യം വന്നപ്പോൾ നമ്മൾ കൊടുത്തു. ആ കൊടുത്തപ്പോൾ സക്കാത്താണ്, അവർ സക്കാത്ത് വാങ്ങാൻ അർഹതപ്പെട്ട ആളാണ് എങ്കിൽ സക്കാത്തായിട്ട് പരിഗണിക്കാം. നിങ്ങൾക്ക് എഴുതി വെക്കുകയാണ് എങ്കിൽ, ആ സക്കാത്താണ് എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലാണ് നിങ്ങൾ കൊടുക്കുന്നത് എങ്കിൽ, അവർ സക്കാത്തിന് അർഹതപ്പെട്ട ആളുമാണ് എങ്കിൽ അതിനെ സക്കാത്തായിട്ട് പരിഗണിക്കാം. ഒറ്റയടിക്ക് ഒരേപോലെ കൊടുക്കണമെന്ന് ഒരു നിർബന്ധവുമില്ല. 5 പ്രാവശ്യമായിട്ട് 5 പേർക്ക് കൊടുത്തു. പക്ഷെ പ്രിയപ്പെട്ടവരെ, പലപ്പോഴും പ്രായോഗിക തലത്തിലേക്ക് പ്രയോജനപ്പെടുന്ന അവസ്ഥകളിലേക്ക് എത്തപ്പെടുന്നത് ഒരാളുടെ പകുതി ആവശ്യം, ഒരാവശ്യം അല്ലെങ്കിൽ 4 ആവശ്യം പൂർത്തിയാക്കപ്പെടുമ്പോൾ ഈ കൊടുക്കുന്ന തുക പ്രയോജനപ്പെടുന്ന അവസ്ഥയിലേക്കായി മാറും. പല ആൾക്കാരും ഇന്നത്തെ കാലത്ത് അൽഹംദുലില്ലാ ഇതുപോലെയുള്ള ക്ലാസുകൾ വളരെ ഉപകാരപ്പെടുന്നതിന്റെ പേരിൽ അത് വളരെ കുറവാണ്. പണ്ടത്തെ കാലത്തൊക്കെ ഒരു അവസ്ഥയുണ്ടായിരുന്നു. അദ്ദേഹത്തിന് 1 ലക്ഷം രൂപ സക്കാത്തിന്റെ തുകയാണ് എങ്കിൽ 100 പേർക്കാണ് കൊടുക്കുന്നത്. 100 പേർക്ക് കൊടുക്കും, അല്ലെങ്കിൽ 200 പേർക്ക് കൊടുക്കും, 50 വെച്ച് കൊടുക്കും, 100 വെച്ച് കൊടുക്കും, 200 വെച്ച് കൊടുക്കും. അപ്പോൾ അവരെന്താ ചെയ്യുന്നത്? ഒരു ചെറിയൊരു ആവശ്യവുമായി ബന്ധപ്പെട്ട് ഒരു പാല് വാങ്ങാൻ വേണ്ടി എടുക്കും, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ആവശ്യവുമായി ബന്ധപ്പെട്ടെടുക്കും. എന്റെ പ്രിയപ്പെട്ടവരെ, നല്ല ഒരു തുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ അടിസ്ഥാനപരമായ ഒരു സൗകര്യം, ബുദ്ധിമുട്ടാണ് ആ മനുഷ്യൻ സക്കാത്ത് വാങ്ങാൻ അർഹതപ്പെട്ടത് എങ്കിൽ ആ മനുഷ്യൻ അതിൽ നിന്നും ഒഴിവാക്കുന്നതിന് കാരണമാകും. അതുകൊണ്ട് ഇത് വളരെ പ്രാധാന്യത്തോടുകൂടി പലരും ചോദിക്കാനുള്ള വിഷയമാണ്.
ഒരു വർഷത്തിൽ ഞങ്ങൾ കൊടുക്കുന്ന തുക, ആ തുക ആർക്ക് കൊടുക്കുന്നതിനെയും സക്കാത്തായിട്ട് നിങ്ങൾക്ക് എഴുതി വെക്കാൻ പറ്റൂല. നിങ്ങൾ കൊടുക്കുന്നത് പലതും പലപ്പോഴും സക്കാത്തിന് അർഹതപ്പെട്ടവരായിരിക്കൂല. കുടുംബത്തിലൊരു വിവാഹം നടന്നു, അപ്പൊ അവളെ കൊണ്ടുപോയി ഒരു 25,000 രൂപ കൊടുത്തു. എന്നിട്ട് പറയാം ഞാൻ സക്കാത്തിന് 25,000 രൂപ കൊടുത്തത്. ചിലപ്പോൾ അവിടെ നടക്കുന്നത് അല്ലാഹുവിന് 1% പോലും ഇഷ്ടമില്ലാത്ത ശുദ്ധ ഹറാമ് നടക്കുന്നതായിരിക്കും. കുടുംബത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആളാ, കൊടുക്കാതിരിക്കാൻ പറ്റൂല. അതുകൊണ്ട് കൊടുത്തിട്ട് സക്കാത്താണെന്ന് പറഞ്ഞിട്ട് ന്യായം പറയാൻ പറ്റൂല എന്നാണ് അർത്ഥം. ഒരു പാവപ്പെട്ട ചെറുപ്പക്കാരൻ 1 രൂപ പോലും മേടിക്കാതെ മഹർ കൊടുത്ത് നിക്കാഹ് കഴിക്കാൻ തയ്യാറാകുക. നിങ്ങൾ അവിടെ കൊണ്ടുപോയി കൊടുക്കുക. അവൻ അർഹതപ്പെട്ടവനാണെങ്കിൽ ആ സക്കാത്ത് നിങ്ങൾക്ക് ഉപകാരപ്പെടും, ആ സക്കാത്ത് അവനിക്ക് ഉപകാരപ്പെടും, ആ സക്കാത്ത് നാടിനും രാജ്യത്തിനും ഉപകാരപ്പെടും. ഇതുപോലെയുള്ള ആൾക്കാർ വീണ്ടും ഉണ്ടാകുന്നതിന് കാരണമാകും. അള്ളാഹു മനസ്സിലാക്കാനുള്ള ഭാഗ്യം തരുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, ഓർത്തത് പറഞ്ഞു എന്ന് മാത്രം. നമ്മളുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു വിഷയമുണ്ട് എങ്കിൽ അറിയാവുന്നവരുമായി വിശ്വാസമുള്ളവരുമായി ബന്ധപ്പെട്ട് നമ്മൾ ചോദിക്കും, അത് പരിഹരിക്കും. അത് പരിഹരിക്കൽ ഒരു ഇബാദത്താണ്. ഒരു ഇൽമു പഠിക്കൽ ചെറിയ കാര്യമല്ല. അള്ളാഹിന്റെ റസൂലിന്റെ അടുക്കൽ ഒരു സഹാബി വന്നിട്ട് ഇങ്ങനെ ഓടി കതച്ച് വന്നിട്ട് ചോദിക്കുക, പെട്ടെന്ന് ഓർമ്മ വന്നത് പെട്ടെന്ന് ചോദിക്കാൻ വരികയാണ്. അള്ളാഹിന്റെ റസൂലെ, ഞാൻ മരണാസന്നനായി, അടുത്ത നിമിഷം ഞാൻ മരിക്കാൻ പോവുകയാണ്. ഈ സമയത്ത് ഞാൻ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല ഇബാദത്ത് ഏതാ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, എനിക്ക് പറ്റുമെങ്കിൽ വിശുദ്ധമായ ദീനുൽ ഇസ്ലാമിലെ ഒരു മസ്അല, ഒരു വിഷയം നീ പഠിക്കും. ആ പഠിച്ചത് അമൽ ചെയ്യാനുള്ള അവസരം ഉണ്ടാകില്ല. കാരണം അടുത്ത നിമിഷം മരിക്കാൻ പോവുകയാണെന്ന ചോദ്യകർത്താവ്. അതിനകത്ത് ആ പഠിക്കുമ്പോൾ തന്നെ അല്ലാഹു തആല പ്രതിഫലം നൽകും. രണ്ടാമത് അത് അമൽ ചെയ്യുമ്പോൾ വീണ്ടും പ്രതിഫലം. വിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ ഏറ്റവും വലിയ പ്രത്യേകത പഠിക്കല. ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ. നിങ്ങൾ വായിക്കും, നിങ്ങൾ പഠിക്കും. അതുകൊണ്ട് നമ്മളുമായി ബന്ധപ്പെട്ടത് വിശാലമാണ്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹു ഭൂമിയുടെ രഹസ്യവും പരസ്യവും എല്ലാം പറഞ്ഞു കൊടുത്തു. എന്നിട്ടും അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, എല്ലാ നബിമാർക്കും അള്ളാഹു കൊടുത്ത ഇൽമ് നബിതങ്ങൾക്ക് കൊടുത്തു. എല്ലാ നബിമാർക്കും കൊടുത്ത ഇൽമ് അള്ളാഹു കൊടുത്തു. അള്ളാഹു ഭൂമിയിൽ ഇറക്കിയ മനുഷ്യരിൽ ഏറ്റവും ഇൽമുള്ള മനുഷ്യരാണ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, സമുദ്രത്തിൽ ഒരു സൂചി കുത്തിയിട്ടെടുക്കുമ്പോൾ അതിനകത്ത് എത്രയാണോ ജലകളങ്ങൾ പറ്റിയിരിക്കുന്നത് അത്ര പോലും അള്ളാഹുവിന്റെ ഇൽമിൽ നിന്നും എനിക്ക് കിട്ടിയിട്ടില്ല. അപ്പൊ പിന്നെ നമ്മളുടെ അവസ്ഥ എന്താ? അതുകൊണ്ട് അതിനൊരു സമയമൊന്നുമില്ല, പരിധിയൊന്നുമില്ല. മരണം വരെ നമ്മൾ പഠിച്ചുകൊണ്ടേയിരിക്കുക. എല്ലാ വിഷയങ്ങളും, മസ്അലകൾ, പ്രത്യേകിച്ച് നമ്മുടെ ജുമാകളിൽ എല്ലാം ഫളായിലുകൾ ചർച്ച ചെയ്യപ്പെടുന്ന കാലഘട്ടമായിരുന്നു ഈ അടുത്ത് വരെ. എല്ലാത്തിന്റെ മഹത്വങ്ങൾ പറയും. ആ മഹത്വങ്ങൾ എങ്ങനെ നമ്മൾ കേട്ടിരിക്കുകയാണ്. അതിന്റെ അടിസ്ഥാനം നമുക്കറിയൂല. ഭിത്തി ഉണ്ടെങ്കിൽ ആ ഭിത്തിയിൽ പെയിന്റ് അടിക്കുന്നത്. ഫളായിൽ എന്ന് പറഞ്ഞാൽ പെയിന്റ് ആണ്. ഇതിന്റെ പുറത്ത് നമ്മൾ ഭംഗിക്കൊട്ടിച്ചിരിക്കുന്ന ടൈലുകളാണ്, ഗ്ലാഡിഞ്ഞുകളാണ്. അസ്ലു ഉസൂലി എന്ന് പറയുന്നത് ഇതിന്റെ സ്ട്രക്ചറാണ്, ഈ ബിൽഡിംഗ് ആണ്. അതില്ലാതെ നമ്മളിങ്ങനെ ഫളായിലുകൾ കൊണ്ട് ജീവിക്കുകയാണ്. അല്ല പ്രിയപ്പെട്ടവരെ, നമ്മൾ ഉസൂലുകൾ പഠിക്കണം. എങ്ങനെയാണ് നമസ്കാരം, എങ്ങനെയാണ് നോമ്പ്, എങ്ങനെയാണ് സക്കാത്ത് എങ്ങനെയാണ് കൊടുക്കേണ്ടത്, എവിടെയാണ് വാങ്ങേണ്ടത്, ആർക്കൊക്കെയാണ് കൊടുക്കേണ്ടത്. ഇനി സക്കാത്തുമായി ബന്ധപ്പെട്ട് വേറൊരു വിഷയം കൂടി. പല ആൾക്കാരും പള്ളികൾക്ക് പൈസ കൊടുക്കാറുണ്ട്. പറ്റൂല പ്രിയപ്പെട്ടവരെ, വ്യക്തികൾക്കാണ് സക്കാത്ത്. പല ആൾക്കാരും സംഘടനകൾക്ക് കൊടുക്കാറുണ്ട്. അതും പറ്റൂല. വ്യക്തികൾക്ക് കൊടുക്കുക. ഉദാഹരണമായി നമ്മുടെ പള്ളിയിൽ അൽഹംദുലില്ലാഹ് അല്ലാഹുവിന്റെ അനുഗ്രഹത്താൽ കുറച്ച് ആഴ്ചകൾക്ക് മുമ്പ് സക്കാത്ത് കമ്മിറ്റി രൂപീകരിച്ചു. അപ്പൊ അത് കൊടുക്കുന്നത് ഒരു സംഘടനയ്ക്കല്ല, അല്ലെങ്കിൽ ഒരു പള്ളിക്ക് അല്ല പ്രിയപ്പെട്ട, ഒരു വക്കാലത്താണ്. സക്കാത്തിന് അർഹതപ്പെട്ടവർക്ക് കൊടുക്കാനും വേണ്ടി വക്കീലായിട്ട് ഏറ്റിരിക്കുകയാണ്. സക്കാത്തിന് വേണ്ടി ഫോം ചെയ്തതാണിത്. അത്രയും ആൾക്കാർ സക്കാത്ത് കമ്മിറ്റി എന്ന് പറഞ്ഞിട്ട് സക്കാത്തിന് വേണ്ടി ഫോം ചെയ്യുകയും അവിടെ നമ്മൾ കൊടുക്കുന്ന തുക വക്കീലിനെയാണ് ഏൽപ്പിക്കുന്നത്. സക്കാത്തിന്റെ അർഹതപ്പെട്ടവർക്ക് കൃത്യമായി കൊടുക്കുമെന്നുള്ള വിശ്വാസം. മറ്റേ വിഷയം അങ്ങനെയല്ല. നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഘടന, അതിന് പല ലക്ഷ്യമുണ്ട്. 100% ദീനിയായ കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള സംഘടനയാകാം. ആ സംഘടനകളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി പലപ്പോഴും വരുമ്പോൾ സക്കാത്തിന്റെ തുക പല ആൾക്കാരും കൊടുക്കാറുണ്ട്. രണ്ടാമത്തത്, പള്ളിക്ക് ഏതെങ്കിലും ഒരു ആവശ്യം വരുമ്പോൾ പള്ളിയുടെ ആവശ്യത്തിന് വേണ്ടി സക്കാത്തിന്റെ തുക കൊടുക്കാറുണ്ട്. പറ്റൂല പ്രിയപ്പെട്ടവരെ. സക്കാത്തിന്റെ തുക 8 വിഭാഗം ആൾക്കാരെ കുറിച്ച് അള്ളാഹു പറയുന്നുണ്ട്. വ്യക്തികളാണ് 8 വിഭാഗവും. ഇബ്നു സബീലിന് മാത്രം, അതായത് വഴിയാത്രക്കാരുമായി ബന്ധപ്പെട്ട ഫീ സബീലില്ല, അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്നവർ എന്ന് പറയുന്ന വിഭാഗം കൂടിയുണ്ട്. അതുമായി ബന്ധപ്പെട്ട് പറയുന്നത്, ഇന്ന് എൽമു പഠിക്കുന്നതായ മുത്തഅല്ലിമീങ്ങൾക്കും അവർ അർഹതപ്പെട്ടവരാണ് എങ്കിൽ അവരും അള്ളാഹുവിന്റെ മാർഗത്തിൽ സമരം ചെയ്യുന്നവരുടെ സ്ഥാനത്താണ്, അവർക്ക് കൊടുക്കാമെന്ന് പറയുന്നുണ്ട്. അതല്ലാതെ അതിനകത്ത് പോലും അഭിപ്രായ വ്യത്യാസമുണ്ട്. അതല്ലാതെ വ്യക്തികൾക്കല്ലാതെ കൊടുക്കാൻ പറ്റൂല. ഇന്നമ സദഖാതു ലിൽ ഫുഖറാ, ഒന്നാമത് ഫുഖറാകളാണ്. ഇൻഷാ അല്ലാഹ് അത് അല്ലാഹു തൗഫീഖ് ചെയ്യണമെങ്കിൽ നാളെ നമുക്ക് ബാക്കി വിശദീകരിക്കാം. സമയം ഒരുപാടായി. അള്ളാഹു നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൽമു പഠിക്കാനുള്ള ഭാഗ്യം, അതിനോടുള്ള ഒരു തലദ്ദുദ് അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ. അതുണ്ട് എങ്കിൽ ഭയങ്കര രസമാണ്. അത് പഠിക്കാനും രസമാണ്. ഒരുപാട് നമ്മളുടെ മുമ്പിലാണ്. നമുക്കൊന്നും അറിയൂല, എനിക്കും ഒന്നും അറിയൂല, നിങ്ങൾക്കും ഒന്നും അറിയൂല. 11 വർഷം അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ കേരളത്തിലെ ഒരു സ്ഥാപനത്തിൽ പഠിച്ചു. അതിനുശേഷം ഏഷ്യയിലെ ഏറ്റവും വലിയ സ്ഥാപനമായ ദാറുൽ ഉലൂം ദൈവബന്ദിൽ അഡ്മിഷൻ കിട്ടി.
ഞാൻ പോകുന്ന വർഷം ഏകദേശം 3500ഓളം കുട്ടികളുണ്ടായിരുന്നു എൻട്രൻസിന് വേണ്ടി. അതിനകത്ത് ആകെ കിട്ടിയ 310 പേരാ. അതിലൊരാളാകാൻ കഴിഞ്ഞു. അവിടെ നിന്ന് പഠിച്ചു. ഒരുപാട് പ്രധാനപ്പെട്ടതില്ല. പലപ്പോഴും ഇശാ കഴിഞ്ഞ് ക്ലാസ് തുടങ്ങിക്കഴിഞ്ഞാൽ വെളുപ്പിന് 3 മണി വരെ ക്ലാസ് ഉണ്ടാകും. അതും കടുത്ത തണുപ്പ്, സഹിക്കാൻ പറ്റാത്ത ശൈത്യത്തിൽ. പൈപ്പ് തുറന്നാൽ പലപ്പോഴും പൈപ്പിൽ നിന്ന് വെള്ളം വരില്ല. അത്രയും ബുദ്ധിമുട്ടി. അങ്ങനെ ഒരുപാട് ഒരു ഹദീസിന്റെ വിശദീകരണം ഒരാഴ്ചയിലപ്പുറവും വിശദീകരിക്കപ്പെടുന്ന ക്ലാസുകൾ. ഇതെല്ലാം കഴിഞ്ഞിട്ട് അവസാനം സനദ് തരുന്നതിന് തൊട്ടു മുമ്പ് അവിടുത്തെ നായിമുൽ മുഹ്തമിന്റെ ഒരു ക്ലാസ് ഉണ്ട്, ഒരു ഉത്ബോധന പ്രസംഗമുണ്ട്. സനദ് വാങ്ങി ഇങ്ങനെ ഇരിക്കുന്ന ആൾക്കാരെ നോക്കിയിട്ട് പറയും, നിങ്ങൾ ഇൽമു പഠിക്കാനുള്ള അവസരങ്ങൾ ഏകദേശമൊക്കെ നേടിക്കഴിഞ്ഞു. ഇനി നിങ്ങൾ പഠിച്ചു തുടങ്ങുക. നിങ്ങളൊന്നും പഠിച്ചിട്ടില്ല. പഠിക്കാനുള്ള ഒരു മലക്കീയത്ത്, ഒരു കഴിവ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. അത് പൂർണ്ണമാണ് എന്ന് തോന്നുന്നില്ല, കുറച്ചൊക്കെ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഇനി പഠനം തുടങ്ങിക്കൊള്ളുക. അല്ലാഹു അക്ബർ. അല്ലാഹു തആല നമുക്ക് പഠിക്കാനുള്ള ഭാഗ്യം തരുമാറാണ്. ഇപ്പോഴും നമ്മൾ പഠിക്കുക, നമ്മൾ പഠിച്ചുകൊണ്ടേയിരിക്കുക. മരണം വരെ നമ്മൾ പഠിക്കുക. അതിന് പ്രായമൊന്നുമില്ല. നമ്മളുടെ ഇടയിലുള്ള സൗകര്യവുമായി ബന്ധപ്പെട്ടിട്ടാണ് നമ്മൾ പ്രായം വെക്കുന്നത്. സഹാബാക്കളെ ഹാഫിളായത് എത്രാമത്തെ വയസ്സിലാ? 60-ാമത്തെ വയസ്സിലും 70-ാമത്തെ വയസ്സിലും വിശുദ്ധ ഖുർആൻ ഹാഫിളീങ്ങളായ സഹാബത്തുണ്ട്. അതുകൊണ്ട് നമ്മളൊക്കെ വിചാരിച്ചിരിക്കുക. മെനയാന്ന് പാളയത്ത് കഴിഞ്ഞപ്പോൾ ഒരു പയ്യൻ വന്നിട്ട് പറഞ്ഞു, പയ്യനൊന്നുമല്ല, ഏകദേശം ഒരു 10-35 വയസ്സാണ്, എനിക്ക് ഖുർആൻ പഠിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. പക്ഷെ എല്ലാവരും പറയുന്നു അതിന് പ്രായം കഴിയുന്നു. ആരാ പ്രിയപ്പെട്ടവരെ പ്രായം നിശ്ചയിക്കുന്നത്? വലഖദ് യസ്സർനൽ ഖുർആന ലിദ്ദിക്രി ഫഹൽ മിൻ മുദ്ദക്കിർ. നിങ്ങൾക്ക് പഠിക്കാൻ തയ്യാറുണ്ടോ? ഞാൻ നിങ്ങൾക്ക് എളുപ്പമാക്കി തരും. അത് ഖുർആനിന് മാത്രമേ ഉള്ളൂ ഈ പ്രത്യേകത. വേറെ ഒന്നിനുമില്ല. എളുപ്പമാ പഠിക്കാൻ. അതിന്റെ ഇൽമും എളുപ്പമാ പഠിക്കാൻ. മരണം വരെയും നമുക്ക് പഠിക്കാം. നമ്മളിങ്ങനെ പറഞ്ഞിരിക്കുകയാണ് പഠിക്കേണ്ട പ്രായം, മദ്രസയിൽ വിടുന്ന പ്രായം, അല്ലെങ്കിൽ കോളേജിൽ പോകുന്ന പ്രായം അല്ല പ്രിയപ്പെട്ടവരെ. നമുക്ക് പഠിക്കാം. കുറെ നാളുകൾക്ക് മുമ്പ് കൂട്ടുകാരുമായിട്ടൊരു യാത്ര ചെയ്ത് കോഴിക്കോട് ഒരു പള്ളിയിൽ നമസ്കരിക്കാൻ കയറി. അവിടെ ജമാഅത്ത് നമസ്കാരം കിടക്കുന്നു. പെട്ടെന്ന് വന്ന് പുറകിൽ വന്ന് നമസ്കരിച്ചു. അള്ളാഹുവിന് അനുഗ്രഹത്താൽ വല്ലാഹി എത്ര രസകരമായ ഖിറാഅത്ത്. ഇശാ നമസ്കാരമായിരുന്നു. നമസ്കാരമെല്ലാം കഴിഞ്ഞിട്ട് വന്ന് മുസാഫത്ത് ചെയ്തപ്പോൾ അവിടുത്തെ മെഡിക്കൽ കോളേജിലെ പ്രധാനപ്പെട്ട ഡോക്ടറാണ്. സംസാരിച്ചപ്പോൾ ഏകദേശം 18 ജുസു അദ്ദേഹം പഠിച്ചു കഴിഞ്ഞു. ആ 18 ജുസും ചെറുപ്പത്തിൽ പഠിച്ചതല്ല, ചെറുപ്പത്തിൽ വലിയ ദീനുമായി ബന്ധമില്ലാത്തതായിരുന്നു. അതിനുശേഷം അദ്ദേഹത്തിന്റെ പഠനമെല്ലാം കഴിഞ്ഞു. അദ്ദേഹത്തിന്റെ ജോലിയുമായി ബന്ധപ്പെട്ടപ്പോൾ അദ്ദേഹത്തിനുണ്ടായ ഇൽമിയായ ബന്ധങ്ങൾ, അങ്ങനെ അദ്ദേഹം പഠിച്ചു തുടങ്ങി. എത്ര തിരക്കുള്ളവരാ! അതിനായി ഉദാഹരണം പറഞ്ഞത്. എത്ര തിരക്കുള്ള മനുഷ്യനാ! അദ്ദേഹം 18 ജുസു പഠിച്ചു. അതും നല്ല രസകരമായി വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്തു. എല്ലാവർക്കും വലിയ അത്ഭുതം തോന്നി. ദുആ ചെയ്യാൻ അങ്ങോട്ടും ഇങ്ങോട്ടും പറയും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ പഠിക്കുക. മരണം വരെ നമ്മൾ പഠിക്കുക. ഈ കേൾക്കുന്നതൊക്കെ പഠിക്കാനൊരു പ്രോത്സാഹനം ഉണ്ടാകാനുള്ളതാ. അല്ലാതെ ഇത് കേട്ടിട്ട് ഞാൻ ഈ വിഷയത്തിൽ പഠിച്ചു എന്ന് ധരിച്ചിരിക്കേണ്ട. അള്ളാഹു നമുക്ക് പഠിക്കാനുള്ള ഭാഗ്യം തരുമാറാകട്ടെ. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.